എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2024 43ാമത്തെ PYQയിലേക്കാണ്. അതിൽ നമ്മൾ ഇംഗ്ലീഷും മലയാളവും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 114/2024. ഓക്കെ, 114/2024 ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലാസ്സിനിടയിൽ കുറച്ച് നമ്മൾ എന്താണ് ഒരു കമ്പൈൻ സ്റ്റഡി പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് എന്താണ് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ രാത്രി ഉറക്കം വെച്ച് പഠിക്കുന്നുണ്ടാകും, രാവിലെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവില്ല. അതിൻ്റെയൊക്കെ സ്ട്രെസ്സിൻ്റെ ഇടയിൽ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചൊരു ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു 5 മിനിറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സോറി കേട്ടോ. നമ്മൾ അത് ആവർത്തിക്കാതെ നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഗിവൺ സെന്റൻസസ്. യു ഡോണ്ട് ലൈവ് ഹിയർ കേട്ടോ. യു ഡോണ്ട് ലിവ് ഹിയർ, യു ഡോണ്ട് ലിവ് ഹിയർ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. എങ്ങനെയാണ് ഇത് ചെയ്യുക? എങ്ങനെ ഇത് ചെയ്യും? നമ്മൾ റൂൾ എന്താണ് വരിക? ഡോണ്ട് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക അല്ലെ. ഞാനിത് എന്നും ഈ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുമ്പോൾ എന്നും ഈ ക്വസ്റ്റ്യൻ ടാഗിൽ പറയുമ്പോൾ ഇനി അത് റിപ്പീറ്റേഷൻ ആയിട്ട് ഇങ്ങനെ പറയേണ്ടെന്ന് പറയുമ്പോൾ പുതിയ കൂട്ടുകാരെ കടന്നു വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും പറയുന്നത് കേട്ടോ. യു ഡോണ്ട് ലിവ് ഹിയർ അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി വേറെ ഇതിലൊന്നും ചെയ്യാനില്ല അല്ലേ. എളുപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ റിപ്പീറ്റേഷൻ പറയുന്നത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഇനി നാളെ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ നിങ്ങൾ വേഗം ഞാൻ ആൻസർ പറയുമ്പോഴേക്കും ചെയ്യാൻ എത്തണം. എക്സാം ഹാളിൽ മാത്രമല്ല, നാളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ വേഗം എത്തണം. അതിന്റെ പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനും വേണ്ടി കുറച്ച് സ്പീഡായിട്ട് ആൻസർ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എക്സാം ഹാളിൽ വേഗം തന്നെ ആ സമയപരിധിക്കുള്ളിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ പറയുന്നത്. പിന്നെ ഇടയിൽ നമ്മളൊരു കൂട്ടുകാരല്ലേ, നിങ്ങളുടെ ഓരോ പേരുകളും എനിക്ക് മൈൻഡിൽ അത്രയും ഓർമ്മയാണ്. ഞാൻ എല്ലാവരുടെയും നിങ്ങളുടെ മെസ്സേജ് കമന്റ് സ്ഥിരമായിട്ട് വരുന്ന കമന്റ് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നല്ല ഓർമ്മയാണ്. അപ്പോൾ ഒരു കമ്പൈൻ സ്റ്റഡി പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ നെഗറ്റീവ് ടാഗ് വന്നില്ലേ, ഇവിടെ നെഗറ്റീവ് വന്നില്ലേ, ഇവിടെ നെഗറ്റീവ് വന്നു. കണ്ടോ? അതൊന്നും ആൻസർ ഇല്ല. ഒറ്റ ആൻസർ കണ്ടോ? വേഗം എത്തിയ ആൻസറിലേക്ക്. ഇത് മതി. ഇനി അടുത്ത് നോക്ക്. പിക്ക് ഔട്ട് ദി റൈറ്റ് ആന്റോണിയം. ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആന്റോണിയം പറഞ്ഞ എന്താണ്? ഓപ്പോസിറ്റ്. ഇല്ല, തന്നിരിക്കുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ചോദിച്ചിരിക്കുന്ന വേർഡ്? ഇവിടെ കൈൻഡിലാണ് കേട്ടോ. കൈൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൈൻഡിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ഏതാണ് വരിക? ഡി ആണ് കേട്ടോ. പുട്ട് ഔട്ട്. അതായത് കൈൻഡിലിന്റെ മീനിങ്, കൈൻഡിൽ എന്താണ് അതിന്റെ മീനിങ്? കത്തിക്കുക അല്ലെങ്കിൽ ജ്വലിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നതാണ് കേട്ടോ. ലായാണേ. ജ്വലിക്കുക എന്ന അർത്ഥത്തിലാണ്. കൈൻഡിൽ എന്താണ് മക്കളെ? ജ്വലിക്കുക കേട്ടോ. ജ്വലിക്കുക, കത്തിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പൊ നമ്മൾ കത്തിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജ്വലിക്കുക പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അതിനെ അണയ്ക്കണം അല്ലേ. അതിന് പുട്ട് ഔട്ട് അല്ലേ. പുട്ട് ഔട്ട് എന്താണ്? പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് പറഞ്ഞാൽ എന്താ? അണയ്ക്കുക. കൈൻഡിലിന്റെ ഫ്രേസൽ വെർബ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ്? പുട്ട് ഔട്ട്, അണയ്ക്കുക. മനസ്സിലായോ? കൈൻഡിലിനെ ജ്വലിക്കുക അല്ലെങ്കിൽ കത്തിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പുട്ട് ഔട്ട്, അണയ്ക്കുക. നെക്സ്റ്റ്, which of the following words mean the same for couch? couch എന്താണ്? കിടക്ക അല്ലേ. കിടക്ക എന്ന അർത്ഥത്തില് എന്താണ്? ഏതാണ് വരിക അവിടെ? നമ്മൾ സോഫ അല്ലേ. which of the following words mean the same for couch അല്ലേ. couch, കിടക്ക. അപ്പൊ അതിന് സെയിം മീനിങ് ഏതാണ്? സോഫ. What does the following idiom meaning? Spill the beans. Spill the beansന്റെ idiom എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. Spill the means പറഞ്ഞാൽ രഹസ്യം വെളിപ്പെടുത്തുക. Spill the meansന്റെ അർത്ഥം രഹസ്യം വെളിപ്പെടുത്തുക. അപ്പോൾ to reveal a secret. ഇതിനു മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതിൽ ഇംഗ്ലീഷ് മലയാളത്തില് ഇതിനു മുമ്പുള്ള ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്താണ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം ആൻസറിലേക്ക് എത്തിക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ സ്പിൽ ദ ബീൻസ് രഹസ്യം വെളിപ്പെടുത്താൻ ഞാൻ അന്നൊരു കോഡും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മ? നമ്മള് ബീൻസ് തൊലിക്കുന്ന സമയത്തെ ബീൻസ് നമ്മൾ അതിനെ അരിയാണ് ചെയ്യുക. പക്ഷെ എന്നാൽ അതിന്റെ തൊലിക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ആ പയർവിത്തിലെ ബീൻസിന്റെ പയർവിത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വരും അല്ലേ. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സീക്രട്ട് അല്ലേ, ഒരു രഹസ്യമായിട്ടില്ലേ, അതിന്റെ മൂടി അണഞ്ഞുകൊണ്ട് കിടക്കുകയാണല്ലേ. ബീൻസിന്റെ ഉള്ളിൽ ഒരു പയർവിത്ത് കിടക്കാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ട് അല്ലേ. അതൊന്ന് ഓർത്താൽ മതി കേട്ടോ. സ്പിൽ ദ ബീൻസ് ടു റിവീൽ എ സീക്രട്ട്. Next, complete the sentences with the correct preposition from the choices given. Correct preposition ഇവിടെ എഴുതാനാണ്. Because of the financial crisis, Alan decided dash
ബൈയിങ് ദ ന്യൂ ബൈക്ക്. ഇവിടെ എന്ത് വരും? ബിക്കോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലേ? എന്താണ്? ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, നേരിടുകയാണ്. അലൻ ഡിസൈഡഡ്, അലൻ തീരുമാനിച്ചു അല്ലെ, എന്താണ്? എഗെയിൻസ്റ്റ് അല്ലെ, ഒരു പുതിയ ബൈക്ക് വാങ്ങിക്കുന്നതിന് എതിരെ എന്ത് ചെയ്തു? അലൻ തീരുമാനിച്ചു. എന്താണ്? വേണ്ട എന്നുള്ളത് അല്ലെ, വാങ്ങിക്കുന്നത് നിർത്തിവെച്ചു. എന്താണ്? കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്, എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? എഗെയിൻസ്റ്റ് ആണ് അല്ലെ. അടുത്തത് റൈറ്റ് ദി ഫോം ഓഫ് ദി വെർബ് ദാറ്റ് എഗ്രീസ് വിത്ത് ദി സബ്ജക്ട്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന ടോപ്പിക്കിലത്തെ ക്വസ്റ്റ്യൻ ആണ്, അതായത് കോൺകോഡ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഏതാണ് ചെയ്യുക? മേരീസ് ഫ്രണ്ട്. മേരി ഒരു എന്താണ്? സിംഗിൾ ആണോ പ്ലൂറൽ ആണോ? മേരി ആരാണ്? സിംഗിൾ ആണ് അല്ലെ. മേരിയുടെ ഫ്രണ്ടും ഉണ്ട് അല്ലെ. ഫ്രണ്ട് ആരാ? ഫ്രണ്ട്സ് ആണോ? മേരീസ് ഫ്രണ്ട്സ് ആണോ? അല്ല. ഫ്രണ്ടും ഇവിടെ ഒരാളെ ഉള്ളൂ, ഇവിടെയും ഒരാളെ ഉള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? സിമ്പിൾ ഫോമിൽ തന്നെ എഴുതണം അല്ലേ. പ്ലൂറൽ ഇട്ട് എഴുതാൻ പറ്റുമോ? സിംഗുലർ ഫോമിൽ തന്നെ എഴുതണ്ടേ. സിംഗുലർ ഫോമിൽ എഴുതണ്ടേ. ഇവിടെ പ്ലൂറൽ ഫോം എഴുതാൻ പാടുവോ? പാടില്ല. അപ്പൊ ഏത് എഴുതും ഇവിടെ? സ്മൈലാണോ, സ്മൈൽസ് ആണോ, സ്മൈൽഡ് ആണോ? ഞണ്ണ സ്മൈൽഡ് അല്ലെ. ഇതൊക്കെ തെറ്റാണ് അല്ലെ. അപ്പൊ ഇതാണ് സ്മൈൽസ് അല്ലെ. സ്മൈൽസ് സിംഗുലർ ഫോമിൽ തന്നെ എഴുതണം. മേരീസ് ഫ്രണ്ട് സ്മൈൽസ് ഓൾ ദി ടൈം. കാരണം മേരിയും ഒരാളെ ഉള്ളൂ, അവിടെ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെയും ഒരു ഫ്രണ്ടേ ഉള്ളൂ. അപ്പൊ അതൊരു സിംഗുലർ ഫോമിൽ തന്നെ എഴുതുക. ഇൻസേർട്ട് കമ്പാരിറ്റീവ് ഓർ സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ദി അഡ്ജക്റ്റീവ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഏത് ഫോമാണ്? കമ്പാരിറ്റീവ് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഫോം. കറക്റ്റ് അഡ്ജക്റ്റീവ് നാമവിശേഷണത്തിന് പറ്റിയിട്ടുള്ള ഈ സൺ എന്ന നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഫോം എഴുതുക. ഏതാണ്? അലൻ ഈസ് ഹിസ്. അലൻ ഈസ് ഹിസ് എന്ത് വരും? എൽഡസ്റ്റ് സൺ അല്ലെ. എൽഡസ്റ്റ് സൺ, അതായത് ഒരു കുടുംബത്തിലെ ആൾക്കാരെ തന്നെ പറയുകയാണെങ്കിൽ അവിടെയാണ് എൽഡർ, എൽഡസ്റ്റ് എന്ന ഫോമൊക്കെ യൂസ് ചെയ്യുക. പുറത്തുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്, പുറത്തുള്ള പേഴ്സണെ കുറിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ അവിടെയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ഓൾഡറും ഓൾഡസ്റ്റ് ഒക്കെ ഉപയോഗിക്കുക. അപ്പൊ എൽഡർ, എൽഡസ്റ്റ്. അപ്പൊ എക്സാം ഹാളിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. എൽഡർ ആണോ കുടുംബത്തിലെ, ഓൾഡർ ആണോ പുറത്തിലെ എന്ന് ചിന്തിക്കും. എൽഡർ, എൽഡർ എന്റെ കുടുംബത്തിലെ കാര്യം അല്ലെ, എന്റെ കുടുംബത്തിലെ കാര്യമാണ് അല്ലെ. നമ്മൾ എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൽഡസ്റ്റ്, എൽഡർ എഴുതണം. അപ്പൊ എൽഡർ എ അല്ലേ പറയുന്നത്, എന്റെ എൽഡർ. കണ്ടോ? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അലൻ ഈസ് ഹിസ് എൽഡസ്റ്റ് സൺ, അതായത് മൂത്തത്, മൂത്ത എന്ന് പറയില്ലേ, മൂത്തത് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. fill in the blank with a suitable article. തന്നിരിക്കുന്നതിൽ താഴെ കറക്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എഴുതാനാണ്. പ്രീമ ഹാസ് ബീൻ ക്വൈറ്റ് ഫോർ ഡാഷ് ലോങ് ടൈം. അപ്പൊ നമുക്ക് ആർട്ടിക്കിളിൽ വരുന്നത് എയും ആനും ദയുമാണ്. എന്തിനാ പിന്നെ സച്ച് വന്നത്? അത് ആർട്ടിക്കിൾ അല്ല, ഡിലീറ്റ് ചെയ്ത് വിട്ടു അല്ലെ. പ്രേമ ഹാസ് ബീൻ ക്വൈറ്റ് ഫോർ എ ലോങ് ടൈം. എ ലോങ് ടൈം. അടുത്തത് കമ്പൈൻ എ വേർഡ് ഫ്രം ദി ഓപ്ഷൻ ടു മേക്ക് ദി റൈറ്റ് ഫ്രേസൽ വെർബ്. കറക്റ്റ് ഫ്രേസൽ വെർബ് ഇവിടെ എഴുതണം. അതില് ക്വസ്റ്റ്യൻ വായിക്കാം. ഷീ വാസ് റെഡി ടു ലുക്ക് ഡാഷ് ഹെർ ഗ്രാൻഡ്മ ഡ്യൂറിങ് ക്രിസ്മസ് ഹോളിഡേസ്. ഇവിടെ ഏത് വരും? ഷീ വാസ് റെഡി ടു ലുക്ക്, പരിപാലിക്കാൻ അല്ലെ. ഗ്രാൻഡ്മ ക്രിസ്മസ് ഹോളിഡേസിലേക്ക് അല്ലെ എന്താണ്? റെഡി ടു, അവളെ റെഡി ആയിരിക്കാണ് ഗ്രാൻഡ്മയെ എന്ത് ചെയ്യാൻ? പരിപാലിക്കാൻ. ഓക്കെ, ക്രിസ്മസ് വെക്കേഷൻ മനസ്സിലായോ? ക്രിസ്മസ് ഹോളിഡേസ് പീരീഡില് ഗ്രാൻഡ്മയെ പരിപാലിക്കാൻ അവൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്താണ്? ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ പറഞ്ഞ എന്താണ്? പരിപാലിക്കുക. ലുക്ക് ആഫ്റ്റർ പരിപാലിക്കുക her grandma during Christmas holidays. മനസ്സിലായോ? She was ready to look after her grandma during Christmas holidays. അടുത്തത് select the word with the correct spelling. All the dash came to the party. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് പാർട്ടിയിലേക്ക് അല്ലേ. അപ്പോ പാർട്ടി പറയുമ്പോ എന്താണ്? രാഷ്ട്രീയ പാർട്ടി അല്ല അല്ലെ, ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോ നൈബേഴ്സ് ആണ് വരുന്നത് അല്ലെ. ആ നൈബർ എന്നുള്ളതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഇവിടെ വരിക? നൈബേഴ്സ് ഇതാണ്. NEIGHBORS.
BOURS, നെയ്ബേഴ്സ്. അടുത്തത് മലയാളത്തിലേക്ക്. അവതരിപ്പിക്കുന്നവൾ, ഒറ്റപ്പദം. അവതരിപ്പിക്കുന്ന, നമ്മളിപ്പോ സ്റ്റേജ് ഷോയില് ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ജെൻ ഉണ്ടാവും അല്ലെ, ഒരു മെൻ ഉണ്ടാവും. അപ്പൊ അവരെ നമ്മൾ എന്താണ് പറയുക? അവതരിപ്പിക്കുന്നത്. അതൊരു ലേഡി ആയിരിക്കണം. ആ ലേഡിയെ നമ്മൾ എന്താണ് പറയുക? എന്താണ് പറയുക? അവതാരിക എന്ന് പറയോ? അവതാരിക. ലേഡി ആയതുകൊണ്ട്, സ്ത്രീപദം ആയതുകൊണ്ട് അവതാരിക എന്ന് പറയോ? പറയില്ല, തെറ്റാണ്. ഇതെല്ലാം തെറ്റാണ്. അവതാരക എന്നാണ് പറയുക കേട്ടോ. അവതാരക, അവതാരക അല്ലെ, അവതാരക, അവതാരക. ഓക്കെ. അടുത്തത് ഡിസിപ്ലിൻ എന്ന പദത്തിന്റെ തർജ്ജമയായിട്ട് വരാവുന്ന പദം. ഡിസിപ്ലിൻ, നമ്മൾ അവിടെ പോകുമ്പോ എന്താണ് ഡിസിപ്ലിൻ അല്ലെ, എന്ത് പറയും? A ആണ് അല്ലെ, വിജ്ഞാന ശാഖ. ഡിസിപ്ലിൻ എന്ന പദത്തിന്റെ തർജ്ജമയായിട്ട് വരാവുന്ന പദം എന്താണ്? വിജ്ഞാന ശാഖ. വിജ്ഞാന ശാഖ മറക്കരുത്. നമ്മൾ ഡിസിപ്ലിൻ എന്താണ്? വിജ്ഞാന ശാഖ. എട്ടുകാലി മമ്മൂന് എന്ന ശൈലിയുടെ അർത്ഥം. എട്ടുകാലി മമ്മൂന് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഏത് വരും? ബി ആണ്. എന്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എന്തിന്റെയും എന്താണ് നമ്മൾ ഈ എട്ടുകാലിയെ അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. എന്താണ് കണ്ടിട്ടുണ്ടോ? അവിടെ ആ 8 കാലം കൊണ്ട് മറ്റുള്ള സാധനങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഇടിച്ചു മുറുക്കിയിട്ട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അടുത്തത് ശരിയായ വാക്യം ഏതാണ്? ഈ ഇതിലെ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒന്ന് വായിക്കൂ. നമ്മൾ വായിക്കുമ്പോ നിങ്ങൾക്കും കേൾക്കുമ്പോൾ ഒരു ഇതാകും, നമുക്ക് ആ ആൻസറെ കൺഫ്യൂഷൻ ആവും. 74ാമത്തെ ശരിയായ പ്രസ്താവന ഏതാണ്? 2 ആണ് ശരി കേട്ടോ. ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് അടിവര ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. മക്കളെ, ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് താഴെ അടിവര ഇടുന്നത് എപ്പോഴും നമ്മൾക്ക് ഒരു വാക്ക് എഴുതി അതിന്റെ അടിയിലല്ലേ ഇത് താഴെ, പിന്നെ എന്തിനാ വീണ്ടും താഴെ അടിവര ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ ആൻസർ 2 മാത്രം. ശരിയായ പദം ഏത്? ഇത് ഞാൻ പഠിപ്പിച്ചു തന്നതാണ് നിങ്ങൾക്ക്. എങ്ങനെയാണ് അനു 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 എന്തെയ്തും തെറ്റ് പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഓപ്ഷൻ വായിക്കുമ്പോൾ നമ്മൾ ഈ തെറ്റൊക്കെ വിളിച്ചു പറയുമ്പോൾ ഓപ്ഷൻ വായിക്കുന്ന സമയത്തേ ചിലപ്പോൾ എക്സാം ഹാളിൽ അയ്യോ അന്ന് ഇങ്ങനെ വായിച്ചു, അപ്പൊ ഏതാ പറഞ്ഞെന്നുള്ളത് ഓർമ്മ വരണ്ട പറഞ്ഞിട്ടാണ് ഓപ്ഷൻ വായിക്കാത്തത്. അനു അനു എന്താ പറയാ? ഗൃഹീതൻ അല്ലേ? അനു ഗൃഹീതൻ. കവി. ആഹാ അല്ലേ, എത്ര ക്വസ്റ്റ്യൻ ആയി ഇപ്പോ. ഏതാണ്? യാവള്ളി താവള്ളി. ഏതാണ്? കവയിത്രി. 76ാമത്തെ കവയിത്രി. ചൂഷകർ, വിപരീത പദം. ചൂഷകർ ഏതാണ്? ചൂഷകറിന്റെ വിപരീതം ചൂഷിതർ. ചൂഷകർ, ചൂഷിതർ. സ്നേഹം എന്ന പദത്തിന്റെ ജ്ഞാനാർത്ഥമായി വരുന്നത്. സ്നേഹം എന്ന പദത്തിന്റെ ജ്ഞാനാർത്ഥമായിട്ട് വരുന്നത് ഏതാണ്? എണ്ണ ട്ടോ. സ്നേഹം എന്ന പദത്തിന്റെ ജ്ഞാനാർത്ഥമായിട്ട് വരുന്നത് എണ്ണ. അവൾ, പിരിച്ചെഴുതുക. പിരിച്ചെഴുതു, ഇതൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അവൾ പിരിച്ചെഴുതുക. ആ ഏത് വരും? ആ പ്ലസ് അല്ലേ? ആ പ്ലസ് അൾ. പ്രകാശം, പര്യായ പദം ഏത്? ഏതാണ്? മയൂഖം. പ്രകാശത്തിന്റെ പര്യായമാണ് മയൂഖം. പ്രകാശത്തിനെ നമുക്ക് എന്തും പറയാം? മയൂഖം എന്നും പറയാം. അവൾ എങ്ങനെ പിരിച്ചെഴുതി? ആ പ്ലസ് അൾ. സ്നേഹം എന്ന പദത്തിന്റെ ജ്ഞാനാർത്ഥം എണ്ണ. ചൂഷകറിന്റെ വിപരീതം ചൂഷിതർ. ഓക്കെയാണോ? ഇനി ഇതേ റൂളുകളൊന്ന് നോക്കി വെക്കുക കേട്ടോ. പ്രിപ്പോസിഷനിൽ വരുന്നതാണ്. ഈ വാക്കിന്റെ കൂടെ ഈ പ്രിപ്പോസിഷൻ മാത്രമേ വരുള്ളൂ കേട്ടോ. ആട്രിബ്യൂട്ട്, ആട്രിബ്യൂട്ടിന്റെ കൂടെ ഏത് പ്രിപ്പോസിഷൻ നിങ്ങൾക്ക് ഞാൻ ഇതിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചെയ്തു വരട്ടെ എന്ന് പറഞ്ഞിട്ടോ. ലാസ്റ്റ് ഞാൻ അത് തന്നു ഫസ്റ്റ് എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ആട്രിബ്യൂട്ട് എന്താണ്? ആട്രിബ്യൂട്ട്
ആട്രിബ്യൂട്ടിന്റെ കൂടെ ഏതാണ് പ്രിപ്പോസിഷൻ വരിക? ടു ട്ടോ. ആട്രിബ്യൂട്ട് ടു. അവെയിൽ. അവെയിലിന്റെ കൂടെ ഏത് വരും? ഓഫ് കേട്ടോ. അവെയിൽ ഓഫ്. അവെയിൽ ഓഫ്. പിന്നെ അവെയർ ഓഫ്. അങ്ങനെ ആ ഫ്ലുവൻറ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് വായും കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് നോക്കിയാൽ മതി. അപ്പോൾ ആ ഓപ്ഷൻ കിട്ടുമ്പോൾ നമ്മൾ അന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് അത് ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞാൽ പോരാ. നമ്മൾ ഇടയ്ക്കിടയ്ക്കകത്ത് റിവിഷൻ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് അത് നമുക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ കേട്ടോ. അവെയിൽ ഓഫ്, അവെയർ ഓഫ്, അവെയിൽ ഓഫ്, അവെയർ ഓഫ്, ബേസ്ഡ് ഓൺ, ബേസ്ഡ് ഓൺ, ബിലീവ് ഇൻ, ബിലീവിന്റെ കൂടെ ഏതാണ്? ഇൻ, ബിലോങ്ങിന്റെ കൂടെ, ബിലോങ്ങിന്റെ കൂടെ ടു, ബിലോങ് ടു, പിന്നെ ബിവെയർ ഓഫ്, aware of, കണ്ടോ? aware of, beware of, blind to, blind to, bother about, bother about, busyയുടെ കൂടെ എന്ത് വരും preposition? busyയുടെ കൂടെ with, busyയുടെ കൂടെ with, capableന്റെ കൂടെ of, capable of, capable of, capacity for, capacity for. ഇതാണ് preposition. ഈ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇതിന് ശേഷം ഈ preposition തന്നെ ചേർക്കുക കേട്ടോ. avail of, avail of, പിന്നെ aware of, beware of, capable of, കണ്ടോ? aware of, beware of, capable of, അങ്ങനെ പഠിക്കാം. based on, based on, believe in, believe in, belong to, belong to, blind to, belong to, blind to, busy with, അല്ലേ? busy with, capacity for, capacity for. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എനിക്കിതിന് ഇത് പറയാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം പുതിയ കൂട്ടുകാർ വരുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാതെ നമുക്ക് ക്ലാസ് ഒരിക്കലും ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു യൂട്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അതേപോലെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. താഴെ കമൻറ്റിന് റിപ്ലൈ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മുടെ ടൈമിൻ്റെ സമയപരിധിയാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കിയാലും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഇടാനാണ് ആദ്യം മുൻതൂക്കം കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ കമൻറ്റ് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം. Thank you.